പൂച്ചയുടെ മീശയുടെ രഹസ്യം. പൂച്ചയുടെ മീശ എന്താണ്? പൂച്ചയുടെ മീശ വിസ്കേഴ്സ് സാധാരണ രോമമല്ല. ഇവയെ വിബ്രിസെ എന്നാണ് വിളിക്കുന്നത്. ഓരോ മീശയും വളരെ ആഴത്തിൽ ചർമ്മത്തിനുള്ളിൽ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ചെറിയ സ്പർശം പോലും പൂച്ചയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. മീശ എവിടെയെല്ലാം കാണാം? മൂക്കിന്റെ ഇരുവശത്തും മാത്രമല്ല, കണ്ണിന് മുകളിലും കവിളുകളിലും മുൻകാലുകളുടെ പിൻഭാഗത്തും പൂച്ചയ്ക്ക് മീശകളുണ്ട്. ഓരോ മീശയ്ക്കും വ്യത്യസ്ത ജോലികളുണ്ട്. ഇരുട്ടിൽ വഴി കാണാൻ സഹായിക്കുന്നു. പൂച്ചകൾക്ക് രാത്രിയിൽ നന്നായി സഞ്ചരിക്കാൻ മീശ വലിയ സഹായമാണ്. കാറ്റിലെ ചെറിയ മാറ്റങ്ങൾ പോലും മീശ തിരിച്ചറിയുന്നതിനാൽ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ കഴിയും. ചെറിയ ഇടങ്ങളിലൂടെ കടക്കാമോ എന്ന് അറിയാം. ഒരു വിടവിലൂടെ ശരീരം കടക്കുമോ എന്ന് ആദ്യം മീശ ഉപയോഗിച്ചാണ് പൂച്ച പരിശോധിക്കുന്നത്. മീശയ്ക്ക് സ്ഥലം കിട്ടിയാൽ ശരീരത്തിനും സാധാരണയായി സ്ഥലം കിട്ടും. വേട്ടയാടുമ്പോൾ സഹായിക്കുന്നു. ഇരയെ വളരെ അടുത്തെത്തിയാൽ കണ്ണുകൾക്ക് വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മീശ സ്പർശനം തിരിച്ചറിഞ്ഞ് ഇരയുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കാറ്റിന്റെ ചലനം അറിയുന്നു. വളരെ ചെറിയ വായു ചലനങ്ങൾ പോലും മീശ തിരിച്ചറിയും. അതുകൊണ്ട് മുന്നിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പൂച്ചയ്ക്ക് മനസ്സിലാകും. പൂച്ചയുടെ വികാരങ്ങൾ അറിയാം. മീശ മുന്നോട്ട് നീണ്ടാൽ പൂച്ചയ്ക്ക് കൗതുകമോ വേട്ടയാടാനുള്ള ശ്രദ്ധയോ ഉണ്ടാകാം. മീശ പിന്നിലേക്ക് ഒതുങ്ങിയാൽ പേടിയോ അസ്വസ്ഥതയോ കാണിക്കാം. മീശ മുറിക്കരുത്. പൂച്ചയുടെ മീശ മുറിക്കുന്നത് അപകടകരമാണ്. അത് പൂച്ചയുടെ ദിശാബോധത്തെയും ആത്മവിശ്വാസത്തെയും താൽക്കാലികമായി ബാധിക്കും. മീശ സ്വാഭാവികമായി കൊഴിയും. മനുഷ്യരുടെ മുടി പോലെ ചില മീശകൾ സ്വാഭാവികമായി വീഴും. പിന്നീട് പുതിയ മീശകൾ വീണ്ടും വളരും. മീശയ്ക്ക് ധാരാളം നാഡികളുണ്ട്. ഓരോ മീശയുടെയും അടിയിലും ആയിരക്കണക്കിന് നാഡി അറ്റങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ സ്പർശം പോലും പൂച്ച തിരിച്ചറിയുന്നു. എല്ലാ പൂച്ചകൾക്കും മീശയുണ്ടോ? അതെ, വളർത്തുപൂച്ചകൾക്കും കാട്ടുപൂച്ചകൾക്കും വലിയ പൂച്ചവർഗ്ഗങ്ങൾക്കും, അതായത് സിംഹം, കടുവ മുതലായവ മീശയുണ്ട്. കുഞ്ഞു പൂച്ചകൾക്കും മീശയുണ്ട്. ജനിച്ച ഉടൻ തന്നെ കുഞ്ഞു പൂച്ചകൾക്ക് മീശ ഉണ്ടാകും. ലോകത്തെ മനസ്സിലാക്കാൻ ഇത് അവയെ സഹായിക്കുന്നു. മീശയുടെ നീളം സാധാരണയായി പൂച്ചയുടെ ശരീര വലിപ്പത്തിന് അനുസരിച്ചാണ് വരുന്നത്. ഭക്ഷണപാത്രം തിരഞ്ഞെടുക്കൽ. വളരെ ആഴമുള്ള പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ മീശ തുടർച്ചയായി തട്ടുന്നത് ചില പൂച്ചകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതിനാൽ വീതിയുള്ള പാത്രം നല്ലതാണ്. മീശയുടെ ചലനം പൂച്ചയ്ക്ക് തന്റെ മീശകൾക്ക് കുറച്ച് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാൻ കഴിയും. സാഹചര്യമനുസരിച്ച് അവയുടെ സ്ഥാനം മാറും. ആരോഗ്യം അറിയിക്കുന്ന സൂചന. മീശ പെട്ടെന്ന് ഒടിയുകയോ അസാധാരണമായി കൊഴിയുകയോ ചെയ്താൽ ഒരു വെറ്ററിനറിയെ കാണുന്നത് നല്ലതാണ്. കളിക്കുമ്പോഴും മീശ പ്രവർത്തിക്കുന്നു. കളിപ്പാട്ടത്തിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാനും പന്ത് പിടിക്കാനുമെല്ലാം മീശ സഹായിക്കുന്നു. പ്രകൃതിയുടെ അത്ഭുത സെൻസർ. ശാസ്ത്രജ്ഞർ പറയുന്നത് പോലെ മീശ ഒരു അതിസൂക്ഷ്മ സ്പർശ സെൻസറാണ്. പൂച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഒന്നാണിത്. രസകരമായ ഒരു സത്യം. പൂച്ച ഉറങ്ങുമ്പോഴും മീശയ്ക്ക് ചെറിയ ചലനങ്ങൾ ഉണ്ടാകാം. സ്വപ്നം കാണുമ്പോഴോ ചുറ്റുപാടുകളോട് പ്രതികരിക്കുമ്പോഴോ ഇത് സംഭവിക്കാം. പൂച്ചയുടെ മീശ വെറും ഭംഗിക്കുള്ളതല്ല. വഴി കാണാനും വേട്ടയാടാനും അപകടം തിരിച്ചറിയാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു അവയവമാണ്. അതിനാൽ പൂച്ചയുടെ മീശ ഒരിക്കലും മുറിക്കുകയോ വലിക്കുകയോ ചെയ്യരുത്. അതിനെ സ്വാഭാവികമായി സംരക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്.